നമസ്കാരം. മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന വാദം ആവർത്തിച്ച് ഫാറൂഖ് കോളേജ്. തങ്ങൾക്ക് ഇഷ്ടദാനം കിട്ടിയ ഭൂമി വിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോളേജ് മാനേജ്മെന്റ് വാദിക്കുന്നു. മുനമ്പം ഭൂമി തർക്ക വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഹിയറിംഗ് അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് കമ്മീഷന് മുമ്പാകെ ഫാറൂഖ് കോളേജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം മുനമ്പത്തെ ജനങ്ങളും തങ്ങളുടെ നിലപാട് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. മുനമ്പം ഭൂമി ക്രയവിക്രയം ചെയ്യാൻ തങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് മുനമ്പം വിഷയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് CS രാമചന്ദ്രൻ നായർക്ക് മുമ്പാകെയാണ് ഫാറൂഖ് കോളേജ് വ്യക്തമാക്കിയത്. മുൻപത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നാണ് വഖഫ് ബോർഡിന്റെ നിലപാട്. ഇക്കാര്യം കമ്മീഷനോട് വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് വിവരം. സർക്കാരും ഇതുവരെ വിഷയത്തിൽ കമ്മീഷനെ നിലപാട് അറിയിച്ചിട്ടില്ല. എല്ലാവരുടെയും നിലപാടുകൾ അറിഞ്ഞതിനു ശേഷം അടുത്ത മാസം ആദ്യം തന്നെ ഹിയറിംഗ് ആരംഭിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. മുനമ്പം ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് രാമചന്ദ്രൻ ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം വേളാങ്കണ്ണി മാതാപള്ളിയിലും സമരപന്തലും സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കമ്മീഷന് മുനമ്പം ഭൂസമര സമിതി ഭാരവാഹികൾ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകളും കൈമാറി. കാക്കനാട്ടെ കമ്മീഷൻ ഓഫീസിൽ വെച്ചായിരുന്നു രേഖകൾ കൈമാറിയത്. രേഖകൾ സ്വീകരിച്ച കമ്മീഷൻ സമയബന്ധിതമായി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചിരുന്നു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് 3 മാസത്തെ കാലാവധിയാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ തന്നെ ഹിയറിംഗ് പൂർണ്ണമാക്കി റിപ്പോർട്ട് സർക്കാരിന് കൈമാറാനാണ് കമ്മീഷന്റെ നീക്കം. അതിനിടെ മുനമ്പത്തെ വഖഫ് ഭൂമി അന്യാധീനപ്പെടുത്തിയ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി എത്തിയിട്ടുണ്ട്. വഖഫ് സംരക്ഷണ സമിതി പ്രവർത്തകരായ മുഹമ്മദ് അമാനുള്ള, AM സുനഹജൻ എന്നിവരാണ് എറണാകുളം റൂറൽ പോലീസിൽ പരാതി നൽകിയത്. മുൻപത്തെ 404 ഏക്കർ വഖഫ് ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് സമരം തുടരുന്ന വഖഫ് സംരക്ഷണ സമിതിയിലെ അംഗങ്ങളാണിവർ. എറണാകുളം റൂറൽ SP-ക്കാണ് പരാതി നൽകിയത്. 1950-ലെ വഖഫായി രജിസ്റ്റർ ചെയ്ത ഫാറൂഖ് കോളേജിന് കൈമാറിയതാണ് മുൻപത്തെ വഖഫ് ഭൂമിയെന്ന് ഇവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഭൂമി കൈമാറാൻ പാടില്ലെന്ന് ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയും പവർ ഓഫ് അറ്റോർണി ലഭിച്ച അഡ്വക്കേറ്റ് MV പോളും ചേർന്ന് ഭൂരിഭാഗം ഭൂമിയും വിറ്റഴിച്ചു. ഈ വിൽപ്പനയ്ക്ക് വഖഫ് ബോർഡിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. കോടികളുടെ വഖഫ് ഭൂമി നഷ്ടപ്പെടുത്തിയ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ വഖഫ് രജിസ്ട്രേഷൻ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് ഇവർ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് 1948-ൽ ഗുജറാത്തുകാരനായ സിദ്ദിഖ് സേഠിന്റെ പേരിൽ തീറാധാരം ചെയ്ത ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. 1950-ൽ സിദ്ദിഖ് സേഠ് കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയിരുന്നു. പിന്നീട് അവരിൽ നിന്നും മുനമ്പം ജനത പണം കൊടുത്ത് ഭൂമി വാങ്ങി. ആ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. മുനമ്പം നിവാസികൾ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങിയതോടെയാണ് വഖഫ് ഭീകരത മറനീക്കിയത്. മുനമ്പത്തെ 610 കുടുംബങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിക്കുമേൽ വഖഫ് അവകാശം ഉന്നയിച്ചതിനെതിരെ നടത്തുന്ന സമരം 68 ദിവസം പിന്നിട്ടു. മുനമ്പം ഭൂമി തങ്ങൾക്ക് വഖഫ് ചെയ്തതല്ലെന്നും ദാനമായി കിട്ടിയതാണെന്നുമാണ് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. സിദ്ദിഖ് സേഠ് ഫാറൂഖ് കോളേജിന് നൽകിയ 404 ഏക്കർ ഭൂമിയുടെ പേരിലാണ് മുനമ്പത്തെ തർക്കം. മുനമ്പത്തെ ഭൂമി ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞ് 2019-ൽ ഈ ഭൂമി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കുന്നതും തടഞ്ഞു. അതിനെതിരെയാണ് ഫാറൂഖ് കോളേജിന്റെ ഹർജി. അത് വഖഫ് ഭൂമിയല്ലെന്ന് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നു. അതിനാൽ മുൻപത്തേത് വഖഫ് ഭൂമിയാണെന്ന വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ വിധി, ഭൂമിയിൽ നികുതി പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം എന്നീ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് ഹർജി നൽകിയത്. അതേസമയം കേസിൽ സിദ്ദിഖ് സേഠിന്റെ കുടുംബം, വഖഫ് സംരക്ഷണ സമിതി എന്നിവർ കക്ഷി ചേർന്നിട്ടുണ്ട്.